record this. All right. Teacher, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഡിക്റ്റേഷൻ വേർഡ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡിക്റ്റേഷൻ വേർഡ്സ് പഠിക്കാനുള്ളത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന വേർഡ്സ് ഒക്കെയാ. മൈ ചിൽഡ്രൻ ആർ വെരി വെരി സ്മാർട്ട്. ദേ ഡോണ്ട് നീഡ് ടു ബി റിമൈൻഡഡ്. എല്ലാവർക്കും എല്ലാ വേർഡ്സും നല്ലപോലെ അറിയാം. ഒന്ന് റിവൈസ് ചെയ്താൽ മതി, ഇല്ലയോ? ഒന്ന് ഓർമ്മ പുതുക്കിയാൽ മതി. അതിന് നിങ്ങൾ എല്ലാവരും ഇറ്റ്സ് അറൌണ്ട് 10 വേർഡ്സ്, 10 വാക്കുകളുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. നിങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളെല്ലാം വലിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്കെല്ലാം സ്പെല്ലിങ്സ് എല്ലാം വെൽ വേഴ്സ്ഡ് ആണ്. അവർക്കെല്ലാം നല്ലപോലെ അറിയാം. എന്തിനാന്നോ അവർ ഡിക്റ്റേഷൻ എന്നാലും എല്ലാവർക്കും ഒരു സമാധാനത്തിന് വേണ്ടി ഒരു ഡിക്റ്റേഷൻ ഇട്ടേ പറ്റൂ. ഈ ഡിക്റ്റേഷന് ഫുൾ 10 on 10 വാങ്ങിക്കണം കേട്ടോ. ഫുൾ മാർക്ക് വാങ്ങിക്കണം. എനിക്ക് കാണിക്കണം. എന്റെ കുഞ്ഞുങ്ങളെല്ലാം നല്ലപോലെ പഠിക്കുന്നുണ്ട്. അവർക്ക് ഡിക്റ്റേഷൻ എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അറിയാം. ഓക്കെ, അന്നേരം ഈ ഡിക്റ്റേഷന്റെ കൂട്ടത്തിൽ തന്നെ ടീച്ചർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഡിക്റ്റേഷൻ വേർഡ്സ് നിങ്ങൾ 5 വട്ടം എഴുതണം. ഓക്കെ, അതെങ്ങനെയാ എഴുതുന്നതെന്ന് അറിയാവോ? അത് പറഞ്ഞ് ഓരോ വേർഡിന്റെ ഓരോ അക്ഷരത്തിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ് വേണം എഴുതാൻ. ടെറസ്ട്രിയൽ, TERRESTRIAL, ടെറസ്ട്രിയൽ. ഇങ്ങനെ പറഞ്ഞു വേണം 5 വട്ടം എഴുതാൻ. ഓക്കെ, ഡിക്റ്റേഷൻ എപ്പോഴാണെങ്കിലും ഉണ്ടാവും കേട്ടോ. വേർഡ്സ് എല്ലാം ഓൾറെഡി ടീച്ചർ തന്നു കഴിഞ്ഞല്ലോ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ സർപ്രൈസ് ടെസ്റ്റ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഭയങ്കര സ്മാർട്ട് ആയതുകൊണ്ട് എപ്പോ ചോദിച്ചാലും എന്റെ കുഞ്ഞുങ്ങൾ ദേ ഓൾറെഡി വെൽ വേഴ്സ്ഡ്. അവർക്കെല്ലാം എപ്പോ ചോദിച്ചാലും അവർക്ക് സ്പെല്ലിങ്സ് എല്ലാം അറിയാം. ടീച്ചർ തെറ്റാന്ന് പറഞ്ഞേ? അല്ലല്ലോ. അല്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം നല്ലപോലെ അറിയാം. ഓൾ റൈറ്റ്. സോ ടീച്ചർ അതുപോലെ ഡിക്റ്റേഷന്റെ വേർഡ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ 5 times വീതം എഴുതണം. ആൻഡ് നിങ്ങൾ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കേണ്ടിയ പെട്ടെന്ന് ഒറ്റയടിക്കോ അയ്യോ എനിക്ക് തലയ്ക്കകത്ത് കേറുന്നില്ല, ഞാൻ എങ്ങനെ പഠിക്കും, എനിക്ക് ടെൻഷൻ ആവും, അതൊന്നും വേണ്ട കേട്ടോ. കുഞ്ഞുങ്ങൾ അത് പറഞ്ഞ് ഇപ്പം കഴിക്കാൻ നേരവും ഇങ്ങനെ ഓർത്തോർത്തിരിക്കുകയാണ്. ഇപ്പൊ ഓരോ ചോറ് കഴിക്കുമ്പോഴും ഓരോ ഉരുളയാക്കി കഴിക്കത്തില്ലയോ? ആ കഴിക്കാൻ നേരവും ഇങ്ങനെ ടെറസ്ട്രിയൽ ഓർക്കണം, അക്വാറ്റിക് ഓർക്കണം കേട്ടോ, കോണിഫറസ് ഓർക്കണം, ഡെസിഡ്യൂസ് ഓർക്കണം. അന്നേരം നമ്മുടെ ഈ കമ്പ്യൂട്ടറിനകത്ത് അതങ്ങ് ഈ മെമ്മറിക്കകത്ത് അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും, ഓ യു ഡോണ്ട് നോ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. ഐ നോ ഡെസിഡ്യൂസ് ഫോറസ്റ്റ്. എവർഗ്രീൻ ഒന്നും അറിയത്തില്ലേ? ഇതെല്ലാം ഞാൻ എന്റെ 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാന്നൊക്കെ പറയണം. റൈറ്റ്? അതെങ്ങനെ അങ്ങനെ പറയുന്നേ? അതെല്ലാം കുഞ്ഞുങ്ങൾ ഇങ്ങനെ എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. ഈ ഓർത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ ആ വേർഡ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിനകത്ത് അങ്ങ് ഇരിക്കും. ഓൾറൈറ്റ്, ഓക്കെ. സോ അതാണ് നമ്മുടെ ഡിക്റ്റേഷൻ വേർഡ്സ്. ഈ ഡിക്റ്റേഷൻ വേർഡ്സിന്റെ കൂട്ടത്തില് ഡിക്റ്റേഷൻ വേർഡ്സ് മാത്രം പോരാ. നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വേണം, ഇല്ലേ? ചോദ്യ ഉത്തരവൊക്കെ വേണ്ടേ? അന്നേരം ഓരോ ചോദ്യത്തിന് ഉത്തരവും കൂടെ കണ്ടുപിടിക്കണ്ടേ? അന്നേരം ഇത് നമ്മൾ ഈ ലെസണിനകത്ത് പഠിച്ചേക്കുന്നത് മാത്രം നമുക്ക് മനസ്സിലായോ അതോ നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുന്ന രീതി, ഓരോ വാക്യം നിങ്ങൾ ഓർക്കും, അയ്യോ ഇത്രയും വലിയൊരു വാക്കൊക്കെ എന്തിനായി പഠിക്കുന്നേ? ഇതെല്ലാം ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ജസ്റ്റ് ലൈക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിന് ഓരോ അർത്ഥമില്ലയോ? ലാവണ്യ, അഗാന, ഷാരൻ, ജോണ, എയ്ഡൻ, ആരൻ, ഗൗരി നന്ദന, ഹന്ന, അനുശ്രീ, സോ ദീപ, കണ്ടോ? ഈ പേരുകൾക്കെല്ലാം ഓരോ അർത്ഥമുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ഇപ്പൊ ജോണയെ വിളിക്കുന്നതിന് പകരം ഞാൻ ഏഡൻ എന്ന് വിളിച്ചാൽ ജോണ വിളി കേൾക്കുവോ? ഇല്ല. See, so you have to learn the correct words. ആ കറക്റ്റ് ആയ വാക്കുകൾ തന്നെ നിങ്ങൾ അതിൻ്റെതായ സ്ഥാനത്ത് ഇട്ടാലേ അതിന് ഒരു അർത്ഥം ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ നമ്മള് ഇന്നിപ്പം നോക്കാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം ഇല്ലേ? നിങ്ങൾക്ക് ഡിക്റ്റേഷൻ വേർഡ്സ് ടീച്ചർ ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. നിങ്ങൾക്ക് ഡിക്റ്റേഷൻ വേർഡ്സ് എല്ലാം അറിയാം. ഐ എം സോ ഷുവർ നിങ്ങൾക്ക് അതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്ത് പഠിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഓൾറൈറ്റ്, എന്നിട്ട് നിങ്ങൾ തന്നെ ആദ്യം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തന്നെ അതിന്റെ ആൻസർ പറയണം. ഓക്കെ, ആൻസർ പറഞ്ഞിട്ട് നമുക്ക്
അതിൻ്റെതായ ടീച്ചർ എഴുതി തന്ന ഇച്ചിരി ഇച്ചിരി കട്ടിയുള്ള വാക്കുകൾ നിങ്ങൾ ടീച്ചർ പറഞ്ഞു തരും എന്തൊക്കെയാണെന്ന്. ഓൾറൈറ്റ്, ആർ യു റെഡി? ഷാരൻ തപ്പുന്ന എന്തോ ഷാരനെ, ആൻസർ ആണോ? ഓക്കെ, എല്ലാരും റെഡി ആണല്ലോ അല്ലെ? ടെക്സ്റ്റ് ബുക്ക് എല്ലാം റെഡി ആണോ? ഓക്കെ, ഓൾറൈറ്റ്. സോ ടീച്ചർ ഒന്ന് ഷെയർ ചെയ്യട്ടെ ടീച്ചറിന്റെ സ്ക്രീൻ. ഓക്കെ, എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? എല്ലാവർക്കും ടീച്ചറിന്റെ സ്ക്രീൻ കാണാമോ? Yes, ma'am. All right. So നമ്മുടെ adaptations in plants എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഈ അഡാപ്റ്റേഷൻ? പറഞ്ഞോ, അറിയാവുന്ന ആൻസർ പറഞ്ഞോ. Plants നിൽക്കുന്ന ഓരോ സ്ഥലങ്ങൾ, അതിനാണ് adaptations എന്ന് പറയുന്നത്. What is it, മോനെ? ഈ plants നിൽക്കുന്ന സ്ഥലത്തിനാണ് adaptations എന്ന് പറയുന്നത്. പ്ലാന്റ്സ് നിൽക്കുന്ന സ്ഥലത്തോട്ട് ഒന്ന് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് ഈ അഡാപ്റ്റേഷൻ അല്ലേ? റൈറ്റ്, കറക്റ്റ് ആണോ? അതിന്റെ ആൻസർ ടീച്ചർ ഒന്ന് കാണിച്ചോട്ടെ. സോ യു സി അഡാപ്റ്റേഷൻ എന്താണ്? സീ ദിസ്. അതില് ആൻസർ എന്തുവാ വരുന്നതെന്നറിയാവോ? ദി പ്രോസസ്, ഓക്കെ, ഓഫ് developing changes. The process of developing changes. ഈ മാറ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ചൂടെ ഓരോ മാറ്റങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്? ടു സൂട്ട് the environment in which an organism lives, right? To suit the environment, അതിൻ്റെതായ പരിസരത്തോട്ട് പൊരുത്തപ്പെട്ടു പോവാൻ വേണ്ടി developing changes, കേട്ടോ? In which an organism lives. ആ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ ഓർഗാനിസം എന്ന് പറഞ്ഞാല് ആ പ്ലാന്റ് ഇല്ലെങ്കിൽ ആ ആനിമൽ, ആ ഒരു ജീവി. ഓക്കെ, ജീവിക്ക് പറയുന്നതാണ് ഓർഗാനിസം. ഇതെല്ലാം മോനെ ഓർത്തിരിക്കേണ്ട വാക്കുകളാ കേട്ടോ. അതുപോലെ തന്നെ ഈ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പരിസരം എന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെ ഇതിന്റെ പരിസരത്തിന്റെ ഇംഗ്ലീഷ് ആണ് എൻവയൺമെന്റ്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് developing changes to suit the environment in which an organism lives. Yes, very good, nicely said. അന്നേരം ഇതെല്ലാം ഉണ്ടല്ലോ, ഈ ഷോർട്ട് ഫോംസ്, ഈ ന്യൂ ടേംസ് എല്ലാം ടീച്ചർ ഗിവ് വൺ വേർഡ് ഫോർ ചോദിക്കും. എന്ന് പറഞ്ഞാല് ഇത് തരും ടീച്ചർ, ഇത് വലിയ സെന്റൻസ് ടീച്ചർ വായിച്ചിട്ട് അതിന്റെ കൊച്ചു വാക്ക് അതിനെ ചെറുതാക്കി നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പൊ ടീച്ചർ പറയാ, the process of developing changes to suit the environment in which an organism lives. എന്താണ്? അന്നേരം നിങ്ങൾ എന്തോ പറയും? അഡാപ്റ്റേഷൻ. Yes, see, അന്നേരം അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ആ വാക്കിന്റെ കറക്റ്റ് ആയ വാക്ക് പറഞ്ഞു തരാൻ പറ്റൂ, ഇല്ലേ? സോ വാട്ട് ഇസ് ഹാബിറ്റാറ്റ്? ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാല് the natural environment of a plant or an animal. Correct. അന്നേരം നാച്ചുറൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നാച്ചുറൽ ആയിട്ടിരിക്കുന്ന പരിസരം. ഒരു പ്ലാന്റിന്റെയോ ഒരു ആനിമലിന്റെ നാച്ചുറൽ ആയിട്ടിരിക്കുന്ന എൻവയൺമെന്റ് ആണ് ഹാബിറ്റാറ്റ്. ഓക്കെ, സോ നമുക്ക് എപ്പോഴും നാച്ചുറൽ എൻവയൺമെന്റ് ഓഫ് എ പ്ലാന്റ് എന്ന് പറയണ്ട, നമ്മൾ ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി, ഹാബിറ്റാറ്റ്, കേട്ടോ? റൈറ്റ്, ഓൾറൈറ്റ്. സോ അതുപോലെ തന്നെ അക്വാറ്റിക് പ്ലാന്റ്സ് എന്താണ്? യെസ്, വെരി ട്രൂ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ, വെള്ളത്തിൽ വളരുന്ന ചെടികളാണ് അക്വാറ്റിക് പ്ലാന്റ്സ്, അല്ലേ? വെള്ളത്തിൽ നീന്തി കളിക്കുന്ന പ്ലാന്റ്സ് ആണ് അക്വാറ്റിക് പ്ലാന്റ്സ്. എവർഗ്രീൻ ട്രീസ് എന്താണ്? എവർഗ്രീൻ trees that keep their leaves throughout the year. Yes, very true. അന്നേരം
trees that keep their leaves throughout the year. വർഷം തോറും ആ ഫുൾ ഒരു വർഷം മൊത്തം അതിന്റെ ലീവ്സിനെ അതുപോലെ തന്നെ സൂക്ഷിക്കുന്നതാണ് evergreen trees. Aiden Aaron, evergreen trees. You keep the trees, the leaves, the trees keep their leaves throughout the year. ഒരു വർഷം മൊത്തം. So അതാ നമ്മൾ പറയുന്നത് throughout the year. എപ്പോഴാണ് throughout the year? Trees that keep their leaves. അവരുടെ ലീവ്സിനെ സൂക്ഷിച്ചു വെക്കുക. Keep their leaves എപ്പോഴാണ് throughout the year. Throughout the year എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുഴുവൻ. Yes, see, it's so simple അല്ലേ? ഓരോ വാക്കുകൾ അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഇല്ലേ? എന്താ മോനെ? What happened? I can't understand. What is it, മോനെ? Internet. Yes. Oh, you have internet problem? കുഴപ്പമില്ല, ക്ഷമിച്ചേര് കേട്ടോ. ടീച്ചർ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ടീച്ചർ അത് അയച്ചു തരാം, പ്രയാസപ്പെടണ്ട. വെയിറ്റ്, അതിനും ഇച്ചിരി സമയം കൊടുക്കും. മേ ബി മൈ ഇന്റർനെറ്റ് പ്രോബ്ലം ഓർ മേ ബി യോർ ഇന്റർനെറ്റ് പ്രോബ്ലം. പക്ഷെ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് കേട്ടോ. ടീച്ചർ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓൾ റൈറ്റ് മോനെ. ഡെസിഡുവസ് ട്രീസ് എന്താണ്? ഡെസിഡുവസ് Trees with broad leaves that are shed in the autumn. Yes. Yeah. അന്നേരം നമ്മളെ ആദ്യം നമ്മൾ പറഞ്ഞത് trees that keep their leaves ഇല്ലേ? അടുത്ത നമ്മൾ എന്താണ് പറയുന്നത്? ട്രീസിന്റെ ബ്രോഡ് ലീവ്സ്. എങ്ങനത്തെ ലീവ്സ് ആണ്? ബ്രോഡ് ലീവ്സ്. നല്ല ബ്രോഡ് ആയിരിക്കുന്ന ലീവ്സ് എന്ന് പറഞ്ഞാൽ നല്ല വീതിയുള്ള ലീവ്സ്. Trees with broad leaves that are shed in autumn. Autumn സമയത്താണ് അത് ഷെഡ് ആയി പോകുന്നത്, ഷെഡ് ആയി കളയുന്നത്. So trees with broad leaves that are shed in the autumn. Okay. All right. So next നമ്മള് insectivorous plants. Insectivorous plants that trap and digest the insects. Exactly. അന്നേരം പ്ലാന്റ്സ് എന്താണ് ചെയ്യുന്നത്? That trap ഇല്ലേ? ട്രാപ്പ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? ഡൈജസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ്. സോ റിമെമ്പർ, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ട്രാപ്പ് ആൻഡ് ഡൈജസ്റ്റ്. സോ ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിച്ചങ്ങ് ദഹിക്കുക. യാ, കറക്റ്റ്. സോ ട്രാപ്പ് ആൻഡ് ഡൈജസ്റ്റ്. എന്തിനാ ട്രാപ്പ് ആൻഡ് ഡൈജസ്റ്റ് ചെയ്യുന്നേ? കറക്റ്റ്. സി, അതിന്റെ പേരിനകത്ത് തന്നെ ഉണ്ട്. ഇൻസെക്ടിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാപ്പ് ചെയ്യുന്നു, കറക്റ്റ്. വെരി ഗുഡ്. പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പാരസൈറ്റിക് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാല് മടിയന്മാരില്ലയോ? ഇല്ലേ? മടിയന്മാര്. അവര് വീട്ടിൽ ആഹാരം ഉണ്ടാക്കത്തേ ഇല്ല. അപ്പുറത്തെ വീട്ടിൽ പോയി അപ്പുറത്തെ വീട്ടിലെ ദോശയും ചമ്മന്തിയും അടിച്ചോണ്ട് വന്ന് തിന്നിട്ടങ്ങ് ഇരിക്കും, ഇല്ലയോ? സോ ദേ ആർ, അവരെങ്ങനെ ജീവിക്കും? they live off the nutrients of other plants. Nutrients. ഇത് ഓർത്തോണം കേട്ടോ. ന്യൂട്രിയൻസ് ഓഫ് അതർ പ്ലാന്റ്സ്. ലിവ് ഓഫ് എന്ന് പറഞ്ഞാല് അവര് ജീവിക്കുന്നത്. ലിവ് ഓഫ് കേട്ടോ. ലിവ് ഓഫ് the nutrients of other plants. കണ്ടോ? nutrients of other plants. Parasitic plants എന്ന് പറഞ്ഞാല് plants that live on the nutrients of other plants. Yes. അന്നേരം നിങ്ങൾ ഇത് ഓർത്തിരിക്കണം കേട്ടോ. എപ്പോഴാണെങ്കിലും പാരസൈറ്റിക് പ്ലാന്റ്സ് എന്തുവാ, അന്നേരം നമ്മുടെ ദോശയുടെ കഥ ഓർത്തോണം കേട്ടല്ലോ. യെസ്. ഓൾറൈറ്റ്. സോ നെക്സ്റ്റ് ഇസ് സാപ്രോഫൈറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത് organisms that feeds in dead decaying matter. Yes. അന്നേരം organisms that feed എന്ന് പറഞ്ഞാൽ എന്താ? കഴിക്കുക, ഇല്ലയോ? അത്
കഴിക്കുക, ഫീഡ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ഡെഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ജീവികള്. എന്താടാ ആരണേ? എന്താണ്? ജീവികൾ. Yeah. And then how about decaying? അളിയുന്ന മാറ്റർ. അഴുകിയത്. അടുത്തത് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്താണ്? ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്റെ ഇയർഫോൺസിലെല്ലാം നിങ്ങളുടെ ആൻസർ എന്റെ ചെവി കാണിഞ്ഞ് പൊത്തണമല്ലോ. ലവ്ലി വേ ഓഫ് സേയിങ് ദി ആൻസർ കേട്ടോ. ബ്യൂട്ടിഫുള്ളി സെഡ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്പെല്ലിംഗ് കൂടെ പഠിച്ചാൽ മതി. ഓൺലി സ്പെല്ലിങ്സ്, യു നോ എവറിത്തിങ് ഇല്ലേ? അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന്റെ സ്പെല്ലിങ്സ് എല്ലാം നിങ്ങൾക്ക് ആ സൗണ്ട് അനുസരിച്ച് ടീച്ചർ ഒന്ന് കാണിച്ചു തരാം എങ്ങനെ സൗണ്ട് അനുസരിച്ച് പഠിക്കുന്നേ. ലുക്ക് അറ്റ് ദിസ്. സി അഡാപ്റ്റേഷൻ. അട, ADA, അട. അട എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലടയല്ല, പായസത്തിന്റെ പാലടയല്ല. അഡാപ്റ്റ്. അഡാപ്റ്റ്, അഡാപ്റ്റേഷൻ. കണ്ടോ? ഇങ്ങനെയാണ് വായിക്കുന്നത്. അഡാപ്റ്റേഷൻ. ഇങ്ങനെ ഓരോ ആൽഫബറ്റിന് സൗണ്ട് ഉണ്ട്, റൈറ്റ്? ആ സൗണ്ട് അനുസരിച്ച് വേണം നിങ്ങൾ വായിക്കാൻ. ലുക്ക് അറ്റ് ദിസ്. ഹ അല്ല, ഹാബിറ്റാറ്റ്. നിങ്ങൾ ഇതുപോലെ വായിച്ച് വേണം നിങ്ങൾ ഡിക്റ്റേഷൻ വേർഡ്സ് എല്ലാം പഠിക്കാൻ കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആയിരിക്കും. പിള്ളേർക്കെല്ലാം ഫുൾ മാർക്ക് ആയാൽ പിന്നെ ടീച്ചർ ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? All right, so here we have questions and answers. Question and answer nande oro sentence undu. Question and answers ninga kandu pedikenda, ഭയങ്കര എളുപ്പമാണ്. Why does a cactus make food in its stem? എന്തുകൊണ്ടാണ് കാക്ടസ് ഫുഡ് സ്റ്റെമ്മിൽ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ്? The leaves of cactus are reduced to spines, so they make their food in green stem. ഇതിപ്പോ ടീച്ചറിന് മനസ്സിലാവുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ? The leaves of cactus are reduced to spines, so they make their food in green stem. അഗാന മനസ്സിലായോ മോനെ? അഗാന? Yes ma'am. Yes എന്നാ ഒന്ന് പറഞ്ഞു തന്നെ. What is the meaning? അതിന്റെ അർത്ഥം എന്തുവാ? പറഞ്ഞോ. ലീവ്സ് ഇല്ല, അതിനാണെങ്കിൽ മുള്ളുകൾ, അതുകൊണ്ട് അതിന്റെ സ്റ്റെമ്മില കോറോഫിലുള്ളത്, അതുകൊണ്ടാണ് അതിന്റെ സ്റ്റെമ്മിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഗുഡ് ജോബ്. അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു കേട്ടോ. നീ ടീച്ചർ ഞാൻ അഗാനെ കണ്ടു പഠിക്കട്ടെ. All right, next question. See this. Why do trees on hills have sloping branches? എന്തുകൊണ്ടാണ്? കണ്ടോ ഇവിടെ ഇത് കണ്ടോ? ഓ യാ ടീച്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പടം വെച്ചായിരുന്നു. See this, this is cactus ഇല്ലേ? ഇതിന്റെ ലീവ്സ് ഇല്ലാത്തോണ്ട് സ്പൈൻസ് ആണ്, അതുകൊണ്ടാണ് ഇതിന്റെ സ്റ്റെമ്മിൽ അത് ഫുഡ് ഉണ്ടാക്കുന്നത്. റൈറ്റ്. അടുത്തത് കണ്ടോ? ഈ ഹിൽ, ഈ മലയുടെ മണ്ടയ്ക്കുള്ള ട്രീസിനെല്ലാം സ്ലോപ്പിംഗ് ബ്രാഞ്ചസ്. ദാറ്റ് മീൻസ് ഇങ്ങനെ താന്നിരിക്കുന്ന ഇലകളെല്ലാം ഇങ്ങനെ താന്നിരിക്കുന്ന സ്ലോപ്പിംഗ് ബ്രാഞ്ചസ്. സ്ലോപ്പിംഗ് അന്നേരം അതെന്തുകൊണ്ടാണ്? The trees on the hills have sloping branches to receive sunlight better and to let the snow slide down during winter. क्या बात है. എന്തോ വേണം. അടിപൊളിയല്ലയോ ലാവണ്യ? എക്സ്പ്ലെയിൻ മോനെ. ടീച്ചർ അത് മനസ്സിലാക്കട്ടെ. കുഞ്ഞൊന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അത് ഹില്ലി പ്ലേസിലുള്ള ഇതൊക്കെ മഞ്ഞൊക്കെ പെയ്യുമ്പോ അതിന്റെ ലീഫിൽ ഇരിക്കത്തില്ല, അതെല്ലാം താഴെ വീണു പോകും. ഈ താഴെ വീണു പോകുന്നതിന് എന്താണ് പറയുന്നത്? ആ ഒരു വാക്ക് എന്താണ്? ഡൗൺ. സ്ലൈഡ് ഡൗൺ. യെസ്. വാട്ട് ഈസ് ഇറ്റ്? പറഞ്ഞേ. സ്ലൈഡ് ഡൗൺ. ഇത് സ്ലൈഡ് ഡൗൺ ചെയ്യും ഇല്ലേ? അതിനാണ് ഈ സ്ലോപ്പിംഗ് ബ്രാഞ്ചസ് കണ്ടോ? അന്നേരം ഇതിന് നല്ലപോലെ സൺലൈറ്റ് റിസീവ് ചെയ്യും. റിസീവ് സൺലൈറ്റ് ബെറ്റർ ആൻഡ് ലെറ്റ് ദ snow slide down during winters. Yes, very good. അടുത്ത ചോദ്യം. Next question. Why do mushrooms obtain food from dead and decaying matter?
എന്തുകൊണ്ടാണ് മഷ്റൂംസിന് Mushrooms are non-living plants. They cannot manufacture their food, so feed on dead and decaying matter. അന്നേരം ഹന്ന ഒന്ന് പറഞ്ഞു തന്നെ ടീച്ചർ, ഇത് എങ്ങനെയാ മനസ്സിലാക്കുന്നേ? ഇതിന്റെ അർത്ഥം എന്തോ? എന്തുകൊണ്ടാണ് ഈ ചത്തതും അളിഞ്ഞതും ഈ മഷ്റൂംസ് കഴിക്കുന്നേ? എന്തുകൊണ്ടാണ്? ഹന്നക്കുട്ടി പറഞ്ഞോ. ഹന്ന മുങ്ങിയോ? പച്ച ഇലയില്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട്. അന്നേരം പച്ച ഇലയില്ലാത്തപ്പോ എന്തു പറ്റും? ഈ പച്ച എന്തിനാ ഇതിന്? പച്ച എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ അല്ലേ? പച്ച എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ അല്ലേ? അന്നേരം ഈ ക്ലോറോഫിൽ ഇല്ലാത്തപ്പോ എന്തോ പറ്റും? ഇതിന് ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. വെരി ഗുഡ്. അന്നേരം ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോസിന്തസിസ് എന്താണ്? ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാലേ ആഹാരം ഉണ്ടാക്കണ്ടേ? ആഹാരം ഉണ്ടാക്കുന്നതാണ് ഈ ഫോട്ടോസിന്തസിസ്, റൈറ്റ്? ഈ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ അതിന്റെ ആഹാരം, ഇപ്പൊ വീട്ടിൽ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ മമ്മി വേണ്ടേ അവിടെ? നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? അതുപോലെ ഉള്ളൂ റൈറ്റ്? അതുപോലെ ഉള്ളൂ നിങ്ങള്. അന്നേരം ഇതിന് ആ പച്ചപ്പില്ല, ആ ക്ലോറോഫിൽ ഇല്ല, റൈറ്റ്? അതുകൊണ്ടാണ് ഇതിന് ആഹാരം ഉണ്ടാക്കാൻ പറ്റാത്ത. cannot manufacture their food. കണ്ടോ? അതുകൊണ്ടാണ് so they feed on dead and decaying matter. All right? മനസ്സിലായോ? Why do submerged plants have no stomata? എന്തുകൊണ്ടാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഈ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സിന് സ്റ്റൊമേറ്റ ഇല്ലാത്തെ? The exchange of gases take place through their body surface, so the submerged plants do not have stomata. Okay. അന്നേരം അതിന്റെ അർത്ഥം എന്തുവാ? ഗൗരി നന്ദന, can you help me? ഗൗരി കുട്ടി, ഗൗരി ഉറങ്ങിയോ? ടീച്ചറിന് കാണാൻ വയ്യല്ലോ. ഗൗരി ചായ കുടിക്കാൻ പോയോ? ഗൗരി ഒരു ബ്രേക്ക് എടുത്തേക്കോ. എന്നാ പിന്നെ വേറെ ആരാ ആൻസർ പറയുന്നേ? അനുശ്രീക്ക് പറയാമോ? യാ, അനുശ്രീ ഉറങ്ങിപ്പോയോ? എല്ലാരും വീഡിയോ ഓഫ് ചെയ്തിട്ട് എന്ത് ചായ കുടിക്കുവാന്നോ? അയ്യോടാ, എന്നാ ടീച്ചർ പോട്ടെ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഷാരൻ, വിൽ യു ഹെൽപ് മീ എക്സ്പ്ലെയിൻ ദിസ്? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? പറഞ്ഞോ. Because ഈ അണ്ടർ വാട്ടറിലുള്ള പ്ലാന്റ്സിനെല്ലാം അവരുടെ ബോഡി സർഫേസിൽ കൂടെ അവര് ഇത് നടത്തുന്ന ഫോട്ടോസിന്തസിസ് പ്രോസസ് നടത്തുന്നത്. അതുകൊണ്ടാണ് അവർക്ക് സ്റ്റൊമാറ്റ ഇല്ലാത്തത്, വെള്ളത്തിലായോണ്ട്. ഓൾമോസ്റ്റ് കറക്റ്റ് കേട്ടോ. ഓൾമോസ്റ്റ് കറക്റ്റ് എന്ന് പറഞ്ഞാല് അതിന്റെ ബോഡി സർഫസിലാണ് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. മനസ്സിലായോ? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, റൈറ്റ്? അന്നേരം ഈ സ്റ്റൊമാറ്റോ എന്തുകൊണ്ടാ ഇല്ലാത്ത? ഇതിന്റെ ശരീരത്തിൽ മൊത്തം ഈ ശരീരത്തിലൂടെ ഫുള്ളായിട്ടാണ് അത് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. ഇത് കണ്ടോ? ഇതിന്റെ ശരീരത്തിലൂടെ ഫുള്ളായിട്ടാണ് ഇതിന്റെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. കണ്ടോ? ഇതാണ് സബ്മേർജ്ഡ് പ്ലാന്റ്സ്. അന്നേരം ഇന്നത്തേക്ക് ഇത്രയും മതി, ഇല്ലയോ? ഇനിയും നമുക്ക് സോ യു ഹാവ് ടു ലേൺ ഈ 4 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ പഠിക്കണം. ഇനിയും അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, എൻജോയ് യുവർ വീക്കെൻഡ്. സാറ്റർഡേ സൺഡേ അവധിയാണല്ലോ അല്ലേ? അവധിയാണ്. ഡിക്റ്റേഷൻ ടെസ്റ്റ് ഒക്കെ പഠിക്കണം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കണം. എല്ലാവർക്കും അവധിയും കൊടുത്തു ഇല്ലേ? അന്നേരം എല്ലാരും ഊർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിക്കോണം കേട്ടോ. നോട്ട്സ് ഒക്കെ എഴുതി. All right, Bone. നിങ്ങൾക്ക് എല്ലാവർക്കും wishing you a wonderful weekend and take care. Okay, stay at home and stay blessed. കേട്ടോ? എല്ലാരും പ്രാർത്ഥിച്ചിട്ട് എല്ലാരും നല്ലപോലെ എഴുതണം, നല്ലപോലെ പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ്, half an hour every day
ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണം. Read ചെയ്യണം. Yes, you have to read. Okay. Take care. Love you all. Bye bye.